ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഒരു ഏത്തപ്പഴം കൊണ്ട് നമ്മൾ നെയ്യിൽ പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3-4 പഴം എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ ഏത്തപ്പഴം ഇട്ട് നല്ലപോലെ പൊരിച്ചെടുക്കണം. അത് സിമ്മിൽ വെച്ച് വേണം ചെയ്യാൻ, അതല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമ്മൾ സിമ്മിൽ വെച്ച് നമുക്ക് മുരിച്ചെടുക്കാം. അത് കുറച്ച് സമയം എടുത്ത് വേണം നമ്മളിത് മുരിച്ചെടുക്കേണ്ടത്. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകും. ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് വേണം ഇത് മുരിച്ചെടുക്കേണ്ടത്. നമുക്കൊരു വശം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മറുവശം കൂടെ തിരിച്ചിട്ട് നല്ലപോലെ സിമ്മിൽ വെച്ച് മുരിച്ചെടുക്കാം. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഇങ്ങനെ ഇത് എല്ലാം നമുക്ക് മുരിച്ചെടുക്കാം. ഇത് വീണ്ടും തിരിച്ചിട്ടും നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനിയും ഇതിൽ ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് കുരു ഒന്ന് ചതച്ചെടുത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കിത് കോരിയെടുക്കാം. പഞ്ചസാരയും ഏലക്കയൊക്കെ ചേർത്തതിന് ശേഷം അധികം നേരം നമ്മൾ ഗ്യാസിൽ വയ്ക്കാൻ പാടില്ല. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതെല്ലാം കോരിയെടുക്കണം. നല്ല ടേസ്റ്റാണ്. നല്ല നെയ്യുടെയും ഏലക്കയുടെയും പഞ്ചസാരയും എല്ലാം മണമൊക്കെ ചേർന്ന് നല്ല മൂത്ത മണവും ഏത്തപ്പഴം നെയ്യ് പൊരിച്ചതിൻ്റെ നല്ലൊരു മണമാണ്. കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മണമാണ്. അപ്പം നമുക്ക് നമ്മുടെ ഏത്തപ്പഴം പൊരിച്ചത് റെഡിയായിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.